ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ പുണ്യസങ്കേതത്തിൽ കോടി സൂര്യന്മാർ ഉദിച്ചുയരണ പോലെ പ്രകാശിക്കുന്ന ആനന്ദസ്വരൂപനായ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഇന്നത്തെ മനോഹരമായ ഉച്ചപൂജ കളഭാലങ്കാര വർണ്ണനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ശ്രീകോവിലിനുള്ളിൽ കൗതുകമുണർത്തുന്ന വികൃതിക്കാരനായ ഉണ്ണിക്കണ്ണൻ്റെ രൂപമാണ് വിരിഞ്ഞത്. ആ തിരുമുഖത്ത് നോക്കിയാൽ ദുഃഖങ്ങളെല്ലാം മറന്ന് ഏതൊരു ഭക്തനും ആനന്ദ നൃത്തം ചെയ്യുന്ന ഒരു കാഴ്ച. ആ കാരുണ്യവർഷത്തിൽ അലിഞ്ഞു ചേരാൻ നമുക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കാം. പൊന്നുണ്ണിക്കണ്ണൻ്റെ കളഭാലങ്കാരം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭഗവാന്റെ ഈ രൂപം എന്ന് പറയുന്നത് അത് വെറൊരു കാഴ്ചയല്ല, അത് ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഐക്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു അലങ്കാരമാണ്. 2 ഓടക്കുഴലുകളാണ് ഭഗവാന്റെ കൈകളിലുള്ളത്. ഭഗവാൻ തൻ്റെ ഭക്തർക്കായിട്ട് ഭൗതിക ആനന്ദവും ആത്മീയ ആനന്ദവും ഒരേപോലെ നൽകാൻ 2 കൈകളിലും അമൃതം നിറച്ച ഓടക്കുഴലുകളും പിടിച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ്. ആ കുഞ്ഞിക്കാലുകളിൽ പൊൻതളകൾ ചാർത്തിയിരിക്കുന്നു. അരയിൽ ഗോപകുമാരന്മാർക്കൊക്കെ ധരിപ്പിക്കുന്ന പോലെ ചുവന്ന പട്ടുവസ്ത്രമാണ് ചുറ്റിയിട്ടുള്ളത്. ഭഗവാന്റെ തിരുമാറിലേക്ക് നോക്കി നോക്കൂ. അവിടെ കാശുമാല പോലെ തിളങ്ങുന്ന ഒരു ദിവ്യമായ മാലയുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് അതിമനോഹരായിട്ട് ഒരു പതക്കവും ചാർത്തിയുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലുള്ളൊരു മാലയുണ്ട്. കൈകളിൽ കൈവളകളും തോൾവളകളും തിളങ്ങുന്നുണ്ട്. ചെവികളിൽ ചെവിപ്പൂക്കൾ ചാർത്തിയിരിക്കുന്നു. നെറ്റിത്തടത്തിൽ തിളങ്ങുന്ന സ്വർണ്ണഗോപിയുണ്ട്. ഇതെല്ലാം കൂടി നെയ്വിളക്കുകളുടെ പ്രഭയിൽ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുകയാണ്. ഇന്നത്തെ അലങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാന്റെ 2 കൈകളിലുള്ള പൊന്നോടക്കുഴലുകളാണ്. സാധാരണയായിട്ട് ഒരു ഓടക്കുഴൽ ധരിച്ച് നിൽക്കുന്ന കണ്ണനെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. ഇന്ന് 2 കൈകളിലും ഓരോ പൊന്നോടക്കുഴലുകൾ പിടിച്ചുകൊണ്ടാണ് പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത്. ഉണ്ണിക്കണ്ണൻ വികൃതി കാട്ടി തനിക്ക് 2 ഓടക്കുഴലുകൾ വേണമെന്ന് അമ്മയോട് വാശി പിടിച്ച് മേടിച്ച് നിൽക്കണ പോലെയാണ് ഉണ്ണിക്കണ്ണൻ്റെ ഇന്നത്തെ ഭാവം. ആ ആനന്ദവും കൗതുകവും ആ വികൃതിത്വവും ഒക്കെ ഉള്ള മിടുമിടുക്കനായിട്ടുള്ള ഉണ്ണിയാണ് നിൽക്കുന്നത്. ഉണ്ണിയുടെ മുഖത്ത് മന്ദഹാസം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഭഗവാന്റെ തിരുമുടിയിൽ പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിനു മുകളിലായിട്ട് 2 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. വെളുത്ത പൂക്കളും തെച്ചിപ്പൂക്കളും ചേർത്തൊരുക്കിയിട്ടൊരു മാലയും താമരയും തുളസിപ്പൂക്കളും ചേർത്തൊരുക്കിയിട്ടുള്ള 2ാമതൊരു മാലയുണ്ട്. ഭഗവാന്റെ കഴുത്തിലേക്ക് നോക്കി നോക്കൂ. കഴുത്തിൽ 2 വലിയ ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. അതിൽ 1ാമത്തെ മാലയിൽ വെളുത്ത പൂക്കളും തുളസിപ്പൂക്കളും ധാരാളമായിട്ട് ചേർത്ത് ഇടയിലിങ്ങനെ ചുവന്ന തെച്ചിപ്പൂക്കൾ നൽകി വെള്ള, പച്ച, ചുവപ്പ് എന്നീ വർണ്ണങ്ങളുടെ മനോഹരമായ ഒരു അലങ്കാരമാണ് ഇന്നത്തെ 1ാമത്തെ ഉണ്ടമാല. 2ാമത്തെ ഉണ്ടമാല എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രിയപ്പെട്ട തെച്ചിപ്പൂക്കൾ ധാരാളമായിട്ട് നൽകിയിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് മാത്രം തുളസിപ്പൂക്കൾ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനൊക്കെ പുറമെയായിട്ട് വിധാനമായിട്ട് താമര, തുളസി, തെച്ചി, വെളുത്ത പൂക്കൾ എന്നിവ കൊണ്ടുള്ള 5-6 ഉണ്ടമാലകൾ ചാർത്തിയുണ്ട്. ഈ പുഷ്പവൃഷ്ടിയുടെ നടുവിലാണ് നമ്മുടെ പൊന്നുണ്ണി 2 ഓടക്കുഴലും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ഭഗവാൻ തൻ്റെ ഭക്തർക്കായിട്ട് ലൗകിക സുഖവും അതായത് ഭൗതിക ആനന്ദവും ആത്മീയ ആനന്ദവും അതായത് മോക്ഷവും ഒരുപോലെ നൽകാൻ തയ്യാറായിട്ട് അമൃത നിറച്ച ഓടക്കുഴലുമായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ്. വെളുത്ത പൂക്കൾ സത്വഗുണത്തെയും അതായത് ശുദ്ധിയെയും, ചുവന്ന തെച്ചിപ്പൂക്കൾ രജോ ഗുണത്തെയും അതായത് ഭക്തിയുടെ തീക്ഷ്ണത അതിനെയാണ് കാണിക്കുന്നത്. പച്ചയായ തുളസികൾ പ്രകൃതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാ ഗുണങ്ങളും ഭഗവാനിലാണ് അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മായ നിറഞ്ഞ ലോകത്തിൽ നമ്മളിങ്ങനെ ഉഴലുകയാണ്. അപ്പോൾ ഭഗവാന്റെ തിരുമുഖത്തുള്ള മന്ദഹാസം നമുക്കതിൽ ആശ്വാസമേകുന്ന ഒന്നാണ്. ശരണാഗതി പ്രാപിക്കുന്ന ഭക്തനെ കാക്കാൻ എപ്പോഴും ഞാൻ കൂടെയുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് ഗുരുവായൂരപ്പൻ നമുക്ക് തരുന്നത്. ഈ
കഠിന കാലത്ത്, കലികാലത്ത് ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നാമജപല്ലാതെ നമുക്ക് മറ്റൊരു മാർഗമില്ല. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം മനസ്സിൽ ധ്യാനിച്ച് 2 കൈകളും കൂപ്പി പാദങ്ങളിൽ വീണ് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാൻ എപ്പോഴും നമ്മളെ കൂടെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് നമുക്ക് നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.